കുഞ്ഞു കൊച്ചിനെ പുലി കൊണ്ടുപോയിട്ട് പുലിയുടെ അടുത്ത് അവർ പിടിച്ചു മേടിച്ചത്. മൂപ്പൻ പേരെന്താ? സാബു അല്ലേ? നമ്മൾ എല്ലാ വീടുകളും പോകാറുണ്ട്, നമുക്കറിയാം. നമ്മൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഇതിനകത്ത് വന്ന് എന്തെങ്കിലും പിടിച്ചോണ്ട് പോകും, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ ജീവൻ പോയില്ല. കുഞ്ഞു കൊച്ചിനെ പുലി കൊണ്ടുപോയിട്ട് പുലിയുടെ അടുത്ത് അവർ പിടിച്ചു മേടിച്ചത്. നിങ്ങൾ കക്കൂസൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾ തോടുകളിലൊക്കെ നിങ്ങൾ ഇതാണ് ഇവരെല്ലാം. സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് അച്ഛൻ്റെ ചാരിറ്റിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച. കുറേ പേര് സപ്പോർട്ട് ചെയ്തവരോട് കുറേ പേര് പുള്ളിക്കാരനെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ടെത്രത്തോളം ഈ നമുക്ക് പറ്റുന്നുണ്ട്, ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം പോലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അയാൾ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നടന്നോട്ടെ. അയാളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? അയാൾ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അയാൾ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ആരെടുത്ത് വാങ്ങിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന് ആവശ്യമുള്ള ഇപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം മൊത്തം അയാൾ കൊടുക്കില്ല, അതിൽ കുറച്ച് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്ത് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ടാണ് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നത്. അതിന് ഈ പറയുന്ന ആൾക്ക് നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ ഇങ്ങനെ വെറുതെ അയാളെ കുത്തുവാക്കുകൾ പറയുന്നത്? നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളല്ലേ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം പറയാതിരിക്കുക, അദ്ദേഹത്തെ നെഗറ്റീവ് പറയാതിരിക്കുക. ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തലും ഇതൊക്കെ കൊണ്ട് പുള്ളിക്കാരൻ ചാരിറ്റി നിർത്തണം എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചാരിറ്റി നിർത്തരുത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നെഗറ്റീവ് പറയുന്നതിനേക്കാളും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വീഡിയോസ് എല്ലാം ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞതിനേക്കാളും സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാരിറ്റി നിർത്തരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ഒരുപാട് പാവങ്ങൾക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ചാരിറ്റി നിർത്തരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.